ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 37. വിഷമതയാർന്നെഴുമന്യവെന്നു കൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേകശക്തിയെന്നേ വിഷമയെ വെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോട് അണഞ്ഞിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 37. ഇതിൽ അന്യ എന്ന അറിവ് വളരെ വിഷമതയോട് കൂടിയതാണ്. അഖണ്ഡമായ അറിവിനെ വിവേചിച്ചറിയാനുള്ള ശക്തി കൂടാതെ അതിനെ ജയിക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള ഈ വിഷമയായ അന്യയെ ജയിച്ച് അതുവഴി വിവേകമാകുന്ന വിഷയങ്ങളോട് താല്പര്യമില്ലായ്മയാകുന്ന സ്വഭാവത്തോട്, അതായത് വൈരാഗ്യത്തോട് സ്വയം അടുത്തുകൊള്ളേണ്ടതാണ്. ഈ അന്യത്വമുള്ള ബുദ്ധിയെ ജയിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അഖണ്ഡബോധ സ്വരൂപനാണെന്നറിയുക, ഞാൻ പൂർണ്ണനാണെന്നറിയുക, ഞാൻ നാശമില്ലാത്തവനാണെന്നറിയുക. ഇതിനെയാണ് വിവേകമെന്ന് പറയുന്നത്. വിവേകോദയം ഉണ്ടായാൽ വിഷയവൈഷമ്യത്തിൽ നിന്നുള്ള മുക്തി താനെ സംഭവിച്ചു കൊള്ളും. വൈരാഗ്യം ബലം പിടിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. സുഖവസ്തുവിലേക്ക് മനസ്സ് ചഞ്ചലിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിവേകമുണ്ടാകുമ്പോൾ എല്ലാ സുഖങ്ങളുടെയും നികേതനം ആത്മാവ് തന്നെയാണെന്ന് ഒരുവൻ അറിയുന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവൻ വിഷയവിരോധിയായി ഭവിക്കുന്നു. വിരോധമില്ലാത്ത വിരോധി എന്ന് മനസ്സിലാക്കണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.